കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ ഗോവിന്ദ മാധവ. ഈശ്വരനാമങ്ങൾ പ്രേമഭാവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മളെ മറന്നു വേണം ജപിക്കാൻ. നമ്മളെ ഈ എവിടെ ഇരിക്കുന്നു, എന്താണ്, എല്ലാം മറന്ന് ഈശ്വരനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജപിക്കുന്ന നാമത്തിൻ്റെ ഭാവാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് തന്നെയായി തീരുമ്പോൾ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ എന്നുള്ള ആ ഒരു മഹത്തത്വത്തിലേക്ക് നമ്മളെ നാം അറിയാണ്ട് നാമം കൊണ്ടെത്തിക്കുന്നു. നാമത്തിൻ്റെ ശക്തിയും മഹത്വവും ആർക്കും പറഞ്ഞറിയിക്കാനോ എഴുതി ഫലിപ്പിക്കാനോ സാധിക്കാത്ത ഒന്നാണ് നാമത്തിൻ്റെ ഗുണം, നാമത്തിൻ്റെ ശക്തി, നാമത്തിൻ്റെ മഹത്വം എന്നുള്ളത്. അത് നമ്മൾ ജപിക്കുക. അത് ജപിക്കുമ്പോൾ എന്ത് വേണം? ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം. ഗുരുനാഥൻ്റെ അനുഗ്രഹം വേണം. ശരിക്കും ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊന്ന് കൽക്കട്ടയിലേക്ക് നോക്കുക. അവിടെ കാളി ഭക്തനായി കാളീദേവിയുടെ പൂജാരിയായ ശ്രീരാമകൃഷ്ണ പരമഹംസർ പൂജയിൽ തന്നെ മതിമറന്ന് അമ്മയുടെ മടിയിലാണ് അദ്ദേഹം ഇരുന്ന് പൂജിക്കുന്നത്. അദ്ദേഹത്തിന് അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് അമ്മയോട്. എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് എപ്പോഴും അദ്ദേഹം കാളിമാതാവിൻ്റെ പാദങ്ങളിലും അതുപോലെ മടിയിലും ഇരുന്നാണ് തൻ്റെ പൂജാ സാധന സങ്കല്പങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വർണ്ണഖനിയാണ് ആ കൽക്കട്ടയെ കിടിലം കൊള്ളിച്ച ഗജകേസരിയായിട്ട് വിലസിയിരുന്ന നരന്മാരുടെ ഇന്ദ്രൻ നരേന്ദ്രൻ കാണുന്നിടത്തൊക്കെ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈശ്വരനെ അറിയാമോ? എനിക്കറിയാം, ഞാൻ ഈശ്വരനാമങ്ങളൊക്കെ ജപിക്കുന്ന ആളാണ്, എങ്കിൽ എനിക്കൊന്ന് ഈശ്വരനെ കാണിച്ചു തരാമോ? അത് പറയുമ്പോഴത്തേക്ക് അവർ മൗനം അവലംബിക്കുന്നു. അങ്ങനെ ഈ ഒരു ചോദ്യം കൽക്കട്ട നഗരത്തെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ പ്രൊഫസറെടുത്ത് ഇതുപോലെ ചോദിച്ചു, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നിനക്ക് ഈശ്വരനെ കാണിച്ചു തരാനുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. അതാരാണെന്ന് കേട്ട് അതിങ്ങനെ ഇവിടെ കാളീക്ഷേത്രത്തിൽ ചെന്നാൽ രാമകൃഷ്ണ പരമഹംസരുണ്ട്, അദ്ദേഹം നിനക്ക് ഈശ്വരനെ കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ആ ക്ലാസ് മുഴുവൻ ആകുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പരമഹംസരുടെ പാദങ്ങളിൽ വന്ന് വീണപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ സാറ് പറഞ്ഞതനുസരിച്ച് വന്നതാണ്, എനിക്ക് അവിടെ നിന്ന് ഈശ്വരനെ കാണിച്ചു തരാമോ? അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഉടനെ ചിരിച്ചുകൊണ്ട് പരമഹംസർ പറഞ്ഞു, നിനക്ക് ഈശ്വരനെ കാണണമെന്നല്ലേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം, ഇവിടെ ഇരി എന്ന് പറഞ്ഞിട്ട് ഒരു ഫെദർ ടച്ചിങ്ങാണ്, ചെറുതായിട്ടൊന്ന് ഭ്രൂമധ്യത്ത് ടച്ച് ചെയ്തു, അത്ര തന്നെ. അപ്പോൾ ഇതാണ് ഗുരുകാരുണ്യം എന്ന് പറയുന്നത്. തൻ്റെ ആ ഒരു ഫെദർ ടച്ചിങ് കൊണ്ട് അന്നത്തോടു കൂടി നരന്മാരിൽ ഇന്ദ്രനായ നരേന്ദ്രൻ വിവേകത്തിൽ ആനന്ദോന്മത്തനായി തീർന്നു. ആനന്ദത്തിൽ അങ്ങ് ബ്രഹ്മാനന്ദത്തിൽ പരമാനന്ദത്തിൽ അമ്മയുടെ ശക്തി എന്തെന്ന് ഗുരുവിലൂടെ മനസ്സിലാക്കി. ഫെദർ ടച്ചിങ് ആണ്. അതോടുകൂടി പിന്നെ അദ്ദേഹം ഒരിടത്തും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. കാരണം എന്താണ്? ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഗുരുവിനെ കിട്ടിയ നരേന്ദ്രനെ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് രാമകൃഷ്ണ പരമഹംസന് വളരെയധികം സന്തോഷമായി. കാരണം അതാണ്, ഈ തങ്കത്തിന് മണം വന്നതുപോലെയായി തീർന്നു. ഇവർ രണ്ടിനും കൂടെ ഒന്നായപ്പോഴത്തേക്ക് പിന്നെ നടക്കുന്ന സത്സംഗങ്ങളിലും ഭജനകളിലും ഏറ്റവും പ്രാധാന്യം രാമകൃഷ്ണദേവൻ കൊടുത്തിരുന്നത് വിവേകാനന്ദ സ്വാമികൾക്കാണ്. ഒരു ദിവസം ഇതുപോലെ സത്സംഗം തുടങ്ങാറായ സമയത്ത് വിവേകാനന്ദ സ്വാമികൾ എത്തിയില്ല. അപ്പോഴത്തേക്ക് ഒരമ്മ ഒരു പാത്രത്തിൽ കുറച്ച് പാല് കൊണ്ടുവന്നു രാമകൃഷ്ണദേവൻ്റെ മുമ്പ് വച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, കുറച്ച് 2-3 ഗ്ലാസ് എടുക്കാൻ. എന്നിട്ട് എല്ലാവർക്കും അവിടെ അങ്ങനെയാണ്, രാമകൃഷ്ണദേവന് എന്ത് സമർപ്പിച്ചാലും അത് അമ്മയ്ക്കെന്ന് പറഞ്ഞ് അമ്മയായിട്ടാണ് എല്ലാവരും കാണുന്നത്. രാമകൃഷ്ണദേവൻ അങ്ങനെ ഒരു
പ്രത്യേകത ഇവിടെയുണ്ട്. എല്ലാ അമ്മയാണ്, അമ്മയ്ക്ക് കൊടുക്കുക. അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് എല്ലാവർക്കും പാലിങ്ങനെ ഒഴിക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു ഗ്ലാസ് കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അതെന്ത് ചെയ്യുന്നതായിട്ട് അതിൽ മുകളിൽ പാട ഇരിക്കുന്നു, അതിനെ വന്നിങ്ങോട്ട് പതുക്കെ ചരിച്ച് ആ ഗ്ലാസ്സിലേക്ക് ആ പാട ഒഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും പാല് വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ 2-3 പേർക്ക് സംശയം ഉണ്ടായി. ഭഗവാനെ, അതെന്താ ആദ്യം ആ പാൽപ്പാട അങ്ങ് മാറ്റി വെച്ചത് എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് പറ്റൂല. പാൽപ്പാടയല്ലേ അങ്ങോട്ടൊക്കെ ഉത്തരേന്ത്യക്കാർക്ക് ഈ പാൽപ്പാട എന്ന് ഭയങ്കര താല്പര്യമാണ് അവർക്ക്. വളരെയധികം ആളുകൾ ഇതിനു വേണ്ടി പാൽപ്പാടയ്ക്ക് വേണ്ടി ആളുകൾ ആഹാരം അന്വേഷിച്ച് നടക്കുന്നത്. പാൽപ്പാടയ്ക്ക് അത് പാൽപ്പേട അല്ലേ, പാൽപ്പേട എന്നാണ് പാൽപ്പേട, അത് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഇത് മാറ്റി വെച്ചപ്പോൾ ഞങ്ങൾക്ക് തരാതെ അത് ആർക്ക് മാറ്റി വെച്ചതാ എന്ന് പറഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് വിവേകാനന്ദ സ്വാമികൾ വന്ന് നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എന്നും പറഞ്ഞ് നമുക്ക് കൊടുത്തു. അപ്പോൾ കുറച്ച് ചോദിച്ചവർക്കും അവിടെ ഇരുന്നവർക്കും മനുഷ്യ സഹജമായ, എന്നാൽ മനുഷ്യന് വരാൻ പാടില്ലാത്തതാണ്, ഒരു അസൂയ ഉണ്ടായി. ഞങ്ങൾ ഇത്രയും പേരിരുന്നിട്ട് ഇപ്പം ഇന്നലെ വന്നേ ഉള്ളൂ. ആ നരേന്ദ്രനായ അദ്ദേഹത്തിന് ഈ പാൽപ്പാട കൊടുക്കാൻ കാരണം എന്താണ്? ആദ്യമൊക്കെ കേട്ടപ്പോൾ കംസർ ചിരിച്ചുകൊണ്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല. ഇത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നിങ്ങളിത് ചോദിച്ചല്ലോ, ഇത് ആവർത്തിച്ചല്ലോ, പറയാൻ കാരണം പാല് കൊണ്ടുവന്ന അമ്മ അവിടെ ഇരിക്കുക. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ കൊണ്ടുവന്നതിൽ പാല് മാത്രമല്ല. അതെന്താണ്? ഞാൻ പാല് മാത്രമേ കൊണ്ടുവന്നുള്ളൂ ഭഗവാനെ, അങ്ങക്ക് ഇതാ സമർപ്പിച്ചതും പാല് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊണ്ടുവന്നത് പാലാണെങ്കിലും അതിൽ വേറൊന്നുകൂടെ ഉണ്ട്. എന്താണത്? ഒരു ഏങ്ങലുണ്ട്. ഏങ്ങലോ? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പാല് കൊണ്ടുവരാനായിട്ട് പാത്രത്തിലോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഒഴിക്കുകയായിരുന്നു. അപ്പോൾ അതിലെ പാൽപ്പാട ആ അമ്മയ്ക്ക് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചരിച്ചപ്പോൾ അതിങ്ങ് വീണപ്പോൾ എന്നൊന്നിങ്ങനെ ഏങ്ങി. ആ ഏങ്ങൽ ആ പാൽപ്പാടയിൽ നിൽക്കുക. പക്ഷെ അത് ദഹിപ്പിക്കാനുള്ള കഴിവ് വിവേകാനന്ദത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഴിച്ചാൽ അത് നിങ്ങളിലുണ്ടാകും. അപ്പോൾ ഈ ആഹാരം, അന്നം, ഇതൊക്കെ വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും വേണം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മുടെ മനസ്ഥിതി എന്താണോ, പക്ഷേ രാമകൃഷ്ണദേവനൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ ഈ ഏങ്ങൽ മാറ്റിയെടുക്കാനുള്ള ശക്തി വിവേകാനന്ദനേ ഉള്ളൂ, നിങ്ങൾക്കാർക്കും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാതെ വിവേകാനന്ദന് കൊടുത്തത്. അപ്പോൾ അത്രത്തോളം മന്ത്രപ്രാവണ്യം അദ്ദേഹത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ആ രാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നതോടുകൂടി വിവേകാനന്ദൻ ഭാരതത്തിൻ്റെ പൊന്നോമന പുത്രനായിട്ട് വാഴ്ത്തപ്പെട്ടു. ശരിയാ, ഇങ്ങനെ ഒരു പൊന്നോമന പുത്രനെ കിട്ടിയോണ്ടാണ് ഇന്നും അമേരിക്കക്കാർക്ക് ഭാരതം ഇന്ത്യക്കാരെന്ന് കേട്ടുമ്പോൾ അവർക്ക് വളരെ ആദരവാണ്. കാരണം എന്താണ്? വിവേകാനന്ദ സ്വാമിയുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ് എന്നുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആ രാമകൃഷ്ണദേവൻ്റെ മഹത്വം അവരെ എല്ലാം വിവേകാനന്ദനിലേക്ക് പകർന്നു കൊടുക്കുന്നു. രാമകൃഷ്ണദേവൻ തൻ്റെ എല്ലാ സിദ്ധിശക്തി എല്ലാത്തിനെയും വിവേകാനന്ദനിലേക്ക് പകർന്നു കൊടുക്കുന്നു. ഇതാണ് ഗുരുകാരുണ്യം എന്ന് പറയുന്നത്. ഗുരു കാത്തിരിക്കുക, എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജന്മജന്മാന്തരങ്ങളിലുള്ള ഒരു സങ്കല്പമാണ് ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യന് ചെന്ന് എത്തിക്കുന്നത്. ഈശ്വരനെന്നാകുന്ന ഗുരു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സങ്കല്പമുണ്ടെങ്കിലേ നമുക്ക് ഗുരു സന്നിധാനത്തിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? ഗീതയിൽ പോലും അർജുനൻ പറയും, അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ, നിനക്ക് മാത്രമല്ല ഗീത പറഞ്ഞ്, ബഹൂനിമേ വിധിയാനി ജന്മാനി തവതാർജുന, ഞാൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഗീത ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ നിന്നെ ഇപ്പം പറയാൻ കാരണം എന്താണ്? നീ അർജുനനാണ്, മധ്യമ പാണ്ഡവനാണ്, പാർത്ഥനാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പൃഥ്വി, ഭൂമിയുടെ പുത്രനാണ്. അതുകൊണ്ട് നിന്നെ മനുഷ്യൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആക്കിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഉപദേശിക്കുന്നു ഈ ഒരു ഗീതാ തത്വം. അപ്പോൾ ഗുരുവിൻ്റെ മുന്നിൽ എത്തണമെങ്കിൽ ഗുരുവിൻ്റെ സങ്കല്പം ഉണ്ടെങ്കിലേ എത്തുള്ളൂ, അല്ലെങ്കിൽ എത്തില്ല, നമ്മൾ വഴി മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഗുരുവിൻ്റെ ആ ഒരു മഹിമയുടെ മുന്നിൽ, ഗുരുകാരുണ്യത്തിന് മുമ്പിൽ തല കുനിക്കുന്നു. അപാരമഹിമാഹോ ജയ് ജയ് അപാരമഹിമാഹോ, അപാരമഹിമാ ഗുരു കടാക്ഷം അപാരമഹിമാഹോ, അപാരമഹിമാ ഗുരു കടാക്ഷം അപാരമഹിമാഹോ.